മാസപ്പടി കേസിൽ CMRLനെതിരായ ED അന്വേഷണത്തിൽ ഇടപെടാനില്ലെന്ന് ഹൈക്കോടതി. CMRL MD ശശിധരൻ കർത്ത തിങ്കളാഴ്ച ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസിലെ ED സമൻസ് തടയണമെന്ന് ആവശ്യപ്പെട്ട് ശശിധരൻ കർത്ത നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിർദ്ദേശം. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോടതി പറയുന്നത്. മാസപ്പടി കേസിൽ CMRLനെതിരായ അന്വേഷണത്തിൽ ഇടപെടാനില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് EDക്ക് കടക്കാം. അങ്ങനെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസമാണ് CMRL എക്സാലോജി കരാറിൽ, അതായത് വിവാദമായ മാസപ്പടി കേസിൽ അന്വേഷണം ആരംഭിച്ചത്. അതിന്റെ ആദ്യപടിയായാണ് CMRL MD ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് അയച്ചത്. ഈ സമൻസ് ചോദ്യം ചെയ്ത, അതായത് തിങ്കളാഴ്ച ഹാജരാകണം എന്നായിരുന്നു ശശിധരൻ കർത്തയ്ക്ക് നൽകിയ നോട്ടീസിന്റെ ഉള്ളടക്കം. ഈ സമൻസ് ചോദ്യം ചെയ്ത് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇന്ന് ഇത് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരികയും ചെയ്തു. ഇതിലാണ് EDക്ക് മുന്നിൽ ഹാജരാകാൻ, ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ശശിധരൻ കർത്തയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. തിങ്കളാഴ്ച ശശിധരൻ കർത്ത EDക്ക് മുന്നിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശവും. അന്വേഷണത്തിന്റെ EDയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സമൻസ് തടസ്സപ്പെടുത്തരുത് എന്ന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചു. ശശിധരൻ കർത്തയുടെ ഹർജിയെ എതിർത്താണ് EDയുടെ നിലപാട് അറിയിക്കുകയും ചെയ്തത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഇടപെടാനില്ല എന്ന ഹൈക്കോടതി, അന്വേഷണം പുരോഗമിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇടപെടാനില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ഒപ്പം അറസ്റ്റിലേക്ക് ഈ ഘട്ടത്തിൽ നീങ്ങില്ല, ചോദ്യം ചെയ്യലിന് വിധേയനാകണം, ചോദ്യം ചെയ്യൽ ആരംഭിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് ED ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിൽ ഇടപെടാനില്ല എന്ന ഹൈക്കോടതി വ്യക്തമാക്കിയതും. തിങ്കളാഴ്ച ശശിധരൻ കർത്ത CMRL MD EDക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ശശിധരൻ കർത്ത EDയുടെ സമൻസ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ രീതിയിലുള്ള ഇടപെടൽ ഇടക്കാല ഉത്തരവ്. ശ്യാം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ മാസപ്പടി കേസിൽ ത്വരിതഗതിയിൽ ED അന്വേഷണം നടത്തുകയാണ്. ആ സമയത്ത് തന്നെയാണ് CMRLന്റെ MDയെ തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫിനാൻസ് ഉദ്യോഗസ്ഥനോട് ഉൾപ്പെടെ ഹാജരാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും അവർ എത്താത്ത സാഹചര്യത്തിലാണ് MDക്ക് തന്നെ നോട്ടീസ് നൽകിയത് ED. അടുത്ത ഘട്ടത്തിലേക്ക് ED അന്വേഷണവുമായി പോകുമ്പോൾ കോടതിയുടെ നിർദ്ദേശം, അതായത് ED അന്വേഷണത്തിൽ നിലവിൽ ഇടപെടാനില്ല എന്ന നിർദ്ദേശവും അതിൽ കാണേണ്ടതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതായി? അങ്ങനെ തന്നെയാണ്. ED ഇതിൽ നടത്തുന്ന ഒരു പ്രാഥമികമായ അന്വേഷണമാണ്. കാരണം ED അതിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണമാണ് ഇതിൽ നടക്കുന്നത്. അതിന്റെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് EDയുടെ അന്വേഷണം നടക്കുന്നത്. CMRL എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട് CMRL ആർക്കൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ആരുമായി ഒക്കെ നടത്തി എന്നതിന്റെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ED നടത്തുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും CMRL ശശിധരൻ കർത്തയുടെ അടക്കം, അല്ലെങ്കിൽ CMRLന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് നൽകിയ മൊഴിയിലടക്കം ചില വിവരങ്ങളുണ്ടായിരുന്നു, ചില ചുരുക്കപ്പേരുകളുണ്ടായിരുന്നു. ചില ആളുകൾക്ക്, സംസ്ഥാനത്തെ മുതിർന്ന ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൈമാറിയുന്നത്, ഈ പണം എവിടെ നിന്ന് വന്നു, ആർക്കൊക്കെ കൈമാറി, എങ്ങോട്ട് പോയി, എന്തിനെല്ലാം വിനിയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യുന്നത്. ആ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലാണ്, ആദ്യപടി എന്ന നിലയിലാണ് ശശിധരൻ കർത്തയ്ക്ക് CMRLന്റെ MDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത്. കാരണം ഈ CMRL എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ടും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും EDയുടെ അന്വേഷണം തുടങ്ങുമ്പോൾ അതിൽ ആദ്യം അന്വേഷണം പോകേണ്ടത് CMRLുമായി ബന്ധപ്പെട്ടാണ്. CMRLിലേക്ക് അന്വേഷണം പോകുമ്പോൾ അതിൽ ആദ്യം നോട്ടീസ് നൽകേണ്ടത്, സമൻസ് നൽകേണ്ടത് അതിന്റെ MD ശശിധരൻ കർത്തയ്ക്കാണ്. അതിനനുസരിച്ചാണ് EDയുടെ നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതും തിങ്കളാഴ്ച ചോദ്യം ചെയ്യണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചതും. ഈ സമൻസ് ചോദ്യം ചെയ്ത് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിക്കുന്നു. പക്ഷേ ആ ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറാകുന്നുമില്ല. ചോദ്യം ചെയ്യലിന് വിധേയനാകണം, അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഇടപെടാനില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലാണ് CMRLന്റെ മറ്റു ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുക. സ്വാഭാവികമായും അത് എക്സാലോജിക്കിലേക്ക് എത്തും. മാത്രമല്ല KSIDCയിലേക്ക് ഉൾപ്പെടെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീങ്ങുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ചുരുക്കെഴുത്ത് എന്ന നിലയിൽ ഉണ്ടായിരുന്നു. അവരിലേക്കടക്കം EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. എന്നാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നത്.